Video is for informational and educational purpose only. We do not guarantee any income. So hello guys, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ ഫ്രണ്ട്സും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ മീഷോ എങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് ക്യാഷുകളൊക്കെ ഏൺ ചെയ്യപ്പെടുന്നത് പറയുന്നത്. സോ മീഷോയിൽ എത്ര തരം മെത്തേഡ് ഉണ്ട്, അത് മീഷോയിൽ ഏതൊക്കെ തരം ഏണിംഗ് മെത്തേഡ് ഉണ്ട്, അതിലൂടെ നമുക്ക് എങ്ങനെ ഏൺ ചെയ്യാനായിട്ട് പറ്റും, അതിനുള്ള ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ കൊടുത്തിട്ടുള്ളത്. സോ വീഡിയോ കോഴ്സിൽ എന്തായാലും ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക. ഇപ്പൊ ഫുൾ ആയിട്ട് കാണാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് പകുതി കണ്ടിന്യൂഷൻ പാർട്ടുമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇന്നലേക്ക് എല്ലാം മനസ്സിലാവുള്ളൂ. കാരണം ഇത് മീഷോകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏൺ ചെയ്യപ്പെടുന്ന സംഭവമാണ്. അതുകൊണ്ട് നിങ്ങൾ ഫുൾ ആയിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുള്ളൂ. സോ നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ ചോദിക്കേണ്ട മറക്കണ്ട. എന്താണ് നമ്മുടെ ചാനലിന്റെ ബയോയിൽ ശ്രദ്ധിച്ച് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. നമ്മുടെ ഫ്രീ മെന്റർഷിപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിലും ജോയിൻ ചെയ്ത് എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടും അതുപോലെ തന്നെ ഞാനായിട്ടും നിങ്ങൾക്ക് എന്താണ് ഇന്ററാക്ടിങ്ങളൊക്കെ ചെയ്തതിനു ശേഷം ഗ്രോ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഇത് ജോയിൻ ചെയ്തിട്ട് മറക്കണ്ട. സോ ഇന്നത്തെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീഷോകളൊക്കെ എങ്ങനെ യൂസ് ചെയ്തുകൊണ്ട് പ്രോപ്പർ ആയിട്ട് ഒരു ഇൻകം സോഴ്സ് എങ്ങനെ ഉണ്ടാക്കാനായിട്ട് പറ്റും, എങ്ങനെ നമുക്ക് മീഷോസ് റീസെയിൽ ചെയ്യാനായിട്ട് പറ്റും, എങ്ങനെ അടിപൊളി പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും, അതായത് ട്രെൻഡിങ് പ്രോഡക്റ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും, അതെങ്ങനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറ്റും, എങ്ങനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും, അതിലൂടെ എങ്ങനെ പൈസ ആക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഇതിന് ഏജ് ലിമിറ്റോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ വയസ്സ് എത്രയും കുഴപ്പമില്ല, നിങ്ങൾ വീട്ടമ്മ ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾക്ക് സീറോ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഓക്കെ, ഒരു രൂപയും ചിലവ് വരുന്നില്ല. പിന്നെ 2 തരം പ്രൊമോഷൻ ഉണ്ട്, അതെല്ലാം ഞാൻ പറയുന്നുണ്ട്. വീഡിയോ പിള്ളേരെ കണ്ടാൽ മാത്രം മതി. നമ്മുടെ ചാനൽ ആദ്യം കണ്ടിട്ട് ചിലപ്പോൾ ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട മറക്കണ്ട. ഓക്കെ, 300 സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെയാണ്. സോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ വീഡിയോസ് മാത്രമേ അപ്ലോഡുകളൊക്കെ ചെയ്യത്തുള്ളൂ. ഓക്കെ, സോ നിങ്ങളുടെ സജഷൻസ് ഉണ്ടെങ്കിൽ ഇത് കമന്റ് ആക്കാനായിട്ട് മറക്കണ്ട. ഓക്കെ, സോ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ അതായത് ഇന്നത്തെ ഒരു പാർട്ടിങ്ങൾ ഫുള്ള് കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മുടെ മീഷോ യൂസ് ചെയ്തുകൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ തന്നെ മീഷോയിൽ എന്തൊക്കെ മെത്തേഡ് ഉണ്ട് എല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതായിരിക്കും. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ടിലും കമൻസിന് ചോദിച്ചാൽ മതി. ഓക്കെ, നമ്മുടെ ചാനലിൽ ഫ്രീ മെന്റർഷിപ്പ് ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങൾക്ക് 1-to-1 മെന്റർഷിപ്പ് വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ അപ്പോൾ ഡയറക്റ്റ് നമ്മൾ ക്ലാസ്സിലേക്ക് പോകാം. ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പ് ചാനലുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. 300 സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, സോ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് മാത്രമേ അപ്ലോഡ് കാര്യങ്ങളൊക്കെ ചെയ്യത്തുള്ളൂ. സോ നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാഠം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീഷോ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇതിനകത്ത് കാണിക്കുന്നത് മൊബൈൽ ഫോണാണ്. അപ്പോൾ അതായത് നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ഉണ്ടെങ്കിലും ലാപ്പ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് വെച്ച് വേണമെങ്കിലും നമ്മുടെ ഈ ഒരു മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിനായിട്ട് കവർ ചെയ്യാനായിട്ട് പോകുന്ന പാട്ടൊക്കെ ഞാൻ പറഞ്ഞുതരാം. സോ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ശ്രമിക്കാം. അപ്പം നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ മീഷോ യൂസ് കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ക്യാഷിങ് ആളൊക്കെ ഏൺ ചെയ്യാൻ പറ്റും. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഒരു A to Z സംഭവം കാലത്ത് തന്നെയാണ്. സോ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നമുക്ക് മീഷോകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് പല മെത്തേഡിൽ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ മീഷോയിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു 3 മെത്തേഡ്സ് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നത്. ഒന്നാം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മീഷോയിൽ റീസെല്ലിംഗ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. രണ്ടാം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീഷോയിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. മൂന്നാം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീഷോ യൂസ് ചെയ്തുകൊണ്ട് സെല്ലർ അതായത് സപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കീബോർഡ് വരുന്നുണ്ട്. ജസ്റ്റ് ഞാൻ അതിനകത്ത് ഇങ്ങനെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ക്ഷമിക്കാം. അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ സൈറ്റായിട്ട് പോകുന്നത് മീഷോ യൂസ് കൊണ്ട് റീസെല്ലിംഗ് ചെയ്യുന്ന ഒരു സംഭവം കാലത്ത് തന്നെയാണ്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ, സോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ റീസെല്ലിംഗ് കാണാൻ പറ്റും, അഫിലിയേറ്റ് കാണാൻ പറ്റും, സപ്ലയർ കാണാൻ പറ്റും. സോ നമ്മൾ റീസെല്ലിംഗ് നോക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളാണ്. അതാണ് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അത് ഞങ്ങൾക്ക് പറഞ്ഞു തരാം. റീസെല്ലിംഗ് വെച്ചിട്ട് നമ്മൾ മാർജിൻ ആഡ് ചെയ്തുകൊണ്ട് സെല്ലാക്കുന്ന റീസെല്ലിംഗ് പറയുന്നത്. സോ അഫിലിയേറ്റ് നോക്കുകയാണെങ്കിൽ അത് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് സപ്ലയറും പറഞ്ഞുതരാം. ഓക്കെ, ജസ്റ്റ് ഞാൻ താഴോട്ടൊന്ന് പോവാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് റീസെല്ലിംഗ്, ഓക്കെ, മീഷോ റീസെല്ലിംഗ് ഉണ്ട്, അഫിലിയേറ്റ് ഉണ്ട്, സപ്ലയർ ഉണ്ട്. അപ്പോൾ നമ്മുടെ ചൂസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ റീസെല്ലിംഗ് കാര്യങ്ങളൊക്കെയാണ്. സോ റീസെല്ലിംഗ് എന്താ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. നമുക്ക് ഈസിയാണ്. ഓക്കെ, പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ മീഡിയം ലെവലിലും ഹൈ ലെവലിലും നമുക്ക് ആക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതൊക്കെ നമ്മുടെ റീസെല്ലിംഗ് വെച്ചാൽ വളരെ എളുപ്പമാണ്. കാരണം നമ്മുടെ മീഷോയിൽ 3 മെത്തേഡ് ഉണ്ട്. ആ ഒരു 3 മെത്തേഡിലും നമുക്ക് റീസെല്ലിംഗ് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഓക്കെ, അതായത് നമുക്ക് റീസെല്ലിംഗ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ഓക്കെ, അഫിലിയേറ്റ് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഈസിയാണ്, പക്ഷേ നമുക്ക് വളരെ കുറച്ച് പ്രോഫിറ്റേ കിട്ടുള്ളൂ. ഓക്കെ, എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് അഫിലിയേറ്റ് ഒക്കെ വരുന്ന ഒരു കമ്മീഷനാണ്, അല്ലാണ്ട് നമുക്ക് ഫുൾ പ്രോഫിറ്റ് കിട്ടാനായിട്ട് പോകുന്നില്ല. നമ്മളിവിടെ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത് റീസെല്ലിംഗ് ആണ്. റീസെല്ലിംഗ് ആകുമ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന ആ ഒരു മാർജിൻ നമുക്ക് ഫുള്ള് കിട്ടും. പക്ഷേ അഫിലിയേറ്റ് അങ്ങനെയല്ല, നമുക്ക് ഇത്ര പെർസെൻറ്റേജ് കിട്ടുള്ളൂ. എക്സാമ്പിൾ ഇപ്പോൾ കാണിച്ചു ഗൈസ്, നിങ്ങളൊരു പ്രോഡക്റ്റിൻ്റെ വില നിങ്ങളൊരു 100 രൂപ അല്ലെങ്കിൽ ഒരു 500 രൂപ വിചാരിക്കും. ഓക്കെ, 500 രൂപ നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ മീഷോ കമ്മീഷൻ തരുന്നത് ഒരു 8 രൂപ എന്ന് വിചാരിക്കുക. ഓക്കെ, ഹൈ ഒന്നും പോകത്തില്ല, ഒരു 8 രൂപ നിങ്ങൾ വിചാരിക്കുക. അതായത് നമ്മുടെ കമ്മീഷൻ പെർസെൻറ്റേജ് ആണ്. ഓക്കെ, ഈ ഒരു പ്രോഡക്റ്റ് 500 രൂപയുടെ പ്രോഡക്റ്റ് ഒരാൾക്ക് സെല്ലാക്കി നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത് 8 രൂപയാണ്. 8 രൂപയുടെ കമ്മീഷനാണ്, അതായത് 8% കമ്മീഷനാണ്. സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 500 × 8/100. ഓക്കെ, നമുക്ക് വെറും കിട്ടാനായിട്ട് പോകുന്നത് 40 രൂപയാണ്. പക്ഷേ ഒരു 40 ഒരു നിങ്ങൾ 10 പേർ സെല്ലാക്കി 400 രൂപയായി. ബട്ട്
ഭയങ്കര പാടായിരിക്കും. ഓക്കെ, അതായത് നിങ്ങൾ 500 രൂപയ്ക്ക് ഒരു 10 പേർക്ക് സെല് ചെയ്ത് 8% കമ്മീഷൻ കിട്ടിയ 40 × 10, അതായത് 400 രൂപ കിട്ടും. ബട്ട് അത് കുറച്ച് ടഫായുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, സോ നമ്മുടെ ചൂസ് ചെയ്യാനായിട്ട് പോകുന്ന റീസെല്ലിംഗ് ആണ്. അതാണ് നമ്മൾ ഒന്നാമത്തെ കാര്യം, റീസെല്ലിംഗ് ചൂസ് ചെയ്യാനുള്ള മെത്തേഡ്. സോ സപ്ലയർ അങ്ങോട്ട് ഞാൻ പോകുന്നില്ല, ഞാൻ പറഞ്ഞുതരാം. സോ നമ്മുടെ റീസെല്ലിംഗ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ടും കിട്ടും, ഈസിയാണ്. അതുപോലെ തന്നെ നമുക്ക് മീഡിയം ലെവലിൽ ഹൈ ലെവലിലും പ്രോഫിറ്റ് ആക്കാനായിട്ട് പറ്റുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം അഫിലിയേറ്റ് ആണ്. സോ അഫിലിയേറ്റ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എന്താണ് ഇവിടെ അഫിലിയേറ്റ് വരുന്നത്, നമുക്ക് ഈസിയാണ്, ഭയങ്കര എളുപ്പമാണ്. കാരണം നമ്മൾ അതിനകത്ത് തന്നെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ആ പ്രോഡക്റ്റ് നമ്മൾ സെല്ലാക്കിയാൽ മാത്രം മതി. സെല്ലാക്കുമ്പോൾ നമുക്ക് ഇത്ര % കമ്മീഷൻ കിട്ടും. പക്ഷേ ആ കമ്മീഷൻ വളരെ ലോ ആയിരിക്കും. ഓക്കെ, പിന്നെ സപ്ലയർ സെല്ലറാണ്, നമുക്ക് നമ്മുടെ പ്രോഡക്റ്റൊക്കെ സെല്ലാക്കാൻ പറ്റുന്നുണ്ട്, പ്രോഫിറ്റ് ഒക്കെ നല്ല രീതിയിൽ കിട്ടും. ഓക്കെ, സോ അതിനൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ പാർട്ട് 2 ചെയ്യാം, അതായത് ഇതിൻ്റെ ഒരു വേറൊരു പാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് അടുത്തിലോട്ട് പോവാം. സോ എന്തുകൊണ്ടാണ് നമ്മളുടെ റീസെല്ലിംഗ്, അതുപോലെ തന്നെ എന്തുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട് അത് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. സോ അപ്പം നമുക്ക് എന്താണ് വി ചൂസ് ഉള്ള റീസെല്ലിംഗ്, നമ്മൾ എന്തുകൊണ്ടാണ് റീസെല്ലിംഗ് ചൂസ് ചെയ്തത്? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് സ്റ്റോക്ക് കൈവശം വയ്ക്കേണ്ട, നമുക്ക് റിസ്ക് ഇല്ല, പൈസ പോകുന്നില്ല, നമ്മൾ ഒരുപോലെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട, സ്റ്റോക്ക് കയ്യിൽ വയ്ക്കേണ്ട, അങ്ങനെയുള്ള ഒരു സംഭവം നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾ ചോദിക്കും എന്താ അഫിലിയേറ്റിന് വെക്കണമെന്ന്. സോ അഫിലിയേറ്റിന് വെക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, മീഷോയുടെ അഫിലിയേറ്റ് പ്രോഗ്രാമിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അഫിലിയേറ്റ് കൊണ്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ബട്ട് അതൊന്നും വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വളരെ കമ്മീഷൻ കുറവായിരിക്കും. ഒരു 8% 10% കമ്മീഷൻ കിട്ടി നിങ്ങൾക്ക് എന്താവാനാണ് നിങ്ങൾ ചിന്തിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് എന്താണ്, മീഷോ യൂസ് ചെയ്താണ്. സോ മീഷോയിൽ നമ്മൾ ചെയ്തത് റീസെല്ലിംഗ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് സ്റ്റോക്ക് കയ്യിൽ വെക്കേണ്ട, നമുക്ക് പൈസ ഇൻവെസ്റ്റും ചെയ്യേണ്ട. എക്സാമ്പിളായിട്ട് എന്താണ് നമ്മളിവിടെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ വില 300 രൂപയാണെന്ന് വിചാരിക്കാം. അതിനകത്ത് നമ്മൾ പറഞ്ഞ റീസെല്ലിംഗ് ചെയ്യണമെന്ന്, അതിനകത്ത് നിങ്ങളുടെ പ്രോഡക്റ്റ്, നിങ്ങളുടെ മാർജിൻ 100 രൂപ ആഡാക്കുക. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്ര, ആ ഒരു പ്രോഡക്റ്റിൻ്റെ വില 400 രൂപയായി. അതായത് 300 രൂപയുടെ ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ മാർജിൻ, അതായത് നിങ്ങളുടെ പ്രോഫിറ്റ് നിങ്ങൾ എന്താണ് 100 രൂപ ആഡാക്കി, അത് നിങ്ങൾ 400 രൂപയ്ക്ക് ഒരൊക്കെ സെല്ലാക്കണം. അപ്പോൾ നിങ്ങളുടെ പ്രോഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100 രൂപയാണ്. ഓക്കെ, സിമ്പിളാണ്, ഞാൻ നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് കാണിച്ചു തരാം. ഓക്കെ, സോ എക്സാമ്പിളായിട്ട് ഒരു ഷൂവിൻ്റെ വില 300 രൂപ വിചാരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ 500 രൂപ ആയിക്കോട്ടെ, 500 രൂപ വിചാരിക്കുക. അപ്പം നിങ്ങളുടെ പ്രോഡക്റ്റ്, അതായത് നിങ്ങളിപ്പോൾ ഒരു കസ്റ്റമർ നിങ്ങൾക്ക് കിട്ടി, ആ ഒരു ഷൂ നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത് നിങ്ങൾക്കൊരു കസ്റ്റമറിനെ കിട്ടി. സോ ഒരു കസ്റ്റമർ എന്താണ്, നിങ്ങൾ ആ വില പറഞ്ഞിരിക്കുന്നത് 500 രൂപയാണ്, അതായത് ഒറിജിനൽ ഒരു 700 രൂപയാണ്. ഓക്കെ, ഒറിജിനൽ അതിൻ്റെ ഷൂവിൻ്റെ പ്രൈസ് 500 രൂപയാണ്. നിങ്ങളുടെ മാർജിൻ ആഡാക്കിയത് 200 രൂപയാണ്. അപ്പം ഷൂ എന്താണ് 700 രൂപയ്ക്ക് ആ ഒരു കസ്റ്റമർ വാങ്ങുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്താണ് ഈ ഒരു പ്രോഡക്റ്റ് നേരെ മീഷോ ഒരു സപ്ലയർ നമ്മളെ കസ്റ്റമറിന് കൊണ്ട് കൊടുക്കും. ഓക്കെ, അപ്പോഴത്തേക്ക് അവർ 700 രൂപ പേ ചെയ്യും. അപ്പോൾ നമുക്ക് 200 രൂപ നമുക്ക് കിട്ടും, 500 രൂപ മീഷോ എടുക്കും. ഓക്കെ, സോ ഇത്ര മാത്രമേ ഉള്ളൂ. അതാണ് നമ്മൾ പ്രോഡക്റ്റ് കയ്യിൽ വയ്ക്കാൻ വേണ്ട, മീഷോ തന്നെ കസ്റ്റമറിന് പേ ചെയ്തോളും. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡെലിവർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഷിപ്പിങ്ങും ഡെലിവറി എല്ലാം മീഷോ തന്നെ ചെയ്തോളും. ഓക്കെ, അതാണ് മെയിനുള്ള കാര്യം. നമ്മൾ ജസ്റ്റ് മാർജിൻ ആഡാക്കുന്നുണ്ട്, ഒരു കസ്റ്റമറിന് സെല്ലായി കൊടുക്കുന്നുണ്ട്, അത്ര മാത്രം ചെയ്താൽ മതി. പിന്നെ വേറെ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് വർക്ക് ഫ്രം മൊബൈലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, മൊബൈലിൽ ചെയ്യാൻ പറ്റും, ലാപ്പിൽ ചെയ്യാൻ പറ്റും, എല്ലാത്തിനും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് പ്രൊമോട്ട് ചെയ്യണം. അതായത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മാർജിൻ ആഡാക്കിയിട്ട് ഒരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാണ്. ഓക്കെ, അതായത് നമ്മുടെ മാർജിൻ ആഡാക്കിയിട്ട് നമ്മളിപ്പം ഇൻസ്റ്റയിലായിക്കോട്ടെ, യൂട്യൂബിലായിക്കോട്ടെ, ഫേസ്ബുക്കിലായിക്കോട്ടെ, ഓരോ പ്രോഡക്റ്റിൻ്റെ റീലിംഗ് അല്ലെങ്കിൽ ഫോട്ടോകളൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്, അല്ലെങ്കിൽ ജസ്റ്റ് വീഡിയോകളൊക്കെ റെക്കോർഡാക്കി ഇടും. അതൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയ ഒരുപാട് കിട്ടുന്നുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞത് എങ്ങനെ എടുക്കണമെന്ന്. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഒരുപാട് സംഭവം കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് നമുക്ക് എന്താണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജുകൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, ഫേസ്ബുക്കിൻ്റെ പേജുകൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു സ്റ്റോറിൻ്റെ പേരൊക്കെ തുടങ്ങുക, അതിനുശേഷം എന്താണ് നിങ്ങൾ പ്രോഡക്റ്റുകളൊക്കെ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് കസ്റ്റമർ വരുന്നുണ്ട്, അതായത് നിങ്ങളിപ്പം കമൻറ്റ് ഇടാൻ പറയാം, ഇന്ന വേർഡ് കമൻറ്റ് ഇടാൻ പറയാം. അപ്പോൾ ആൾക്കാർ കമൻറ്റ് ഇടും. അപ്പോഴത്തേക്ക് ആ വീഡിയോ റീച്ച് ആയാലും ഇഷ്ടംപോലെ കമൻറ്റ് വരും. അങ്ങനെ അവർ DM വെച്ചില്ല എന്താണ് ഓർഡർ കൺഫേം ആയി കൊടുക്കുക. ഓക്കെ, ഓർഡർ കൺഫേം ആണ് സിമ്പിളാണ്, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായല്ലോ, നമുക്ക് മൊബൈൽ ഫോൺ മാത്രം മതി, നമുക്ക് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും വാട്സപ്പൊക്കെ യൂസ് ചെയ്തുകൊണ്ട് സെല്ല് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അതാണ് എനിവൺ വിത്ത് എ ഫോൺ ക്യാൻ സ്റ്റാർട്ട്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പ്രോഡക്റ്റ് കയ്യിൽ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, തൗസൻഡ്സ് ഓഫ് പ്രോഡക്റ്റ് മീഷോയിൽ തന്നെ അവൈലബിൾ ഉണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് പ്രോബ്ലം സോൾവിങ്ങിന് പ്രോഡക്റ്റ് കണ്ടുപിടിച്ചതിന് ശേഷം എന്താണ് അതിനെക്കുറിച്ച് അതിൻ്റെ ഫോട്ടോയും പിക്കും അല്ലെങ്കിൽ വീഡിയോ ഒക്കെ നിങ്ങൾ എന്താണ് എടുത്തതിന് ശേഷം പ്രൊമോട്ട് ചെയ്യുക. എത്ര മാത്രം ചെയ്താൽ മതി. പിന്നെ ബിഗിനർ ഫ്രണ്ട്ലി ആണ്, സ്കില്ലോ നോളേജോ ഒന്നും വേണ്ട. ഓക്കെ, സോ ഇത്ര മാത്രം ചെയ്താൽ മതി. നിങ്ങളൊരു പ്രോബ്ലം സോൾവിങ് പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുന്നുണ്ട്, ആ പ്രോഡക്റ്റ് എന്താണ് മാർജിൻ ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്, അതായത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും. സോ അത്ര മാത്രം നമ്മൾ ചെയ്യുന്നുള്ളൂ. ഓക്കെ,
എന്താണ് പിന്നെ നമുക്ക് പ്രോഡക്റ്റ് ഫൈൻഡ് ചെയ്യാനായിട്ട് അതായത് നിങ്ങളൊരു പ്രോഡക്റ്റ് ട്രെൻഡിങ് പ്രോഡക്റ്റ് ഫൈൻഡ് ചെയ്താൽ അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് നിങ്ങൾക്ക് പിൻട്രസ്റ്റ് യൂസ് ചെയ്യാണ്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു വാച്ചിൻ്റെ ആണെങ്കിൽ ഒരു വാച്ചിൻ്റെ വീഡിയോ നമുക്ക് പിൻട്രസ്റ്റ് കിട്ടുന്നതായിരിക്കും. ജസ്റ്റ് ഫോട്ടോ മാത്രം എടുത്ത് പിൻട്രസ്റ്റ് അപ്ലോഡ് ആയി കൊടുത്താൽ മാത്രം മതി. അപ്പോഴത്തേക്ക് നമുക്ക് എന്താണ് ആ ഒരു വീഡിയോ കിട്ടുന്നതായിരിക്കും. സോ അത് നമുക്ക് ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ ചേഞ്ച് വരും. അതായത് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാറ്റിയോ അല്ലെങ്കിൽ നിങ്ങളുടെ വോയിസ് കൊടുത്ത് നിങ്ങൾക്ക് എന്താണ് പ്രൊമോട്ട് ചെയ്യാം. സോ പ്രൊമോഷൻ ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്നത് പ്ലാറ്റ്ഫോം ഇതാണ്. ഓക്കെ, സോ പ്രൊമോഷൻ നിങ്ങൾക്ക് ഓർഗാനിക്കായിട്ടും ചെയ്യാനായിട്ട് പറ്റും, ആഡ്സ് റൺ ചെയ്യാനായിട്ട് പറ്റും. സോ ഏറ്റവും ബെറ്റർ ഓർഗാനിക്കാണ്. കാരണം നിങ്ങൾ ആഡ്സൊക്കെ റൺ ചെയ്യുന്നത് ന്യൂ ആണ്, നിങ്ങൾക്ക് ആഡ്സ് റൺ ചെയ്യാൻ അറിഞ്ഞുകൂടാ. നിങ്ങൾ ചുമ്മാ ആഡ്സ് റൺ ചെയ്യുന്നത് നിങ്ങളുടെ പൈസ കംപ്ലീറ്റ് ആയിട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, അതുകൊണ്ട് ആഡ്സ് റൺ ചെയ്യുന്നവർ ആഡ്സിനെ കുറിച്ച് പഠിച്ചിട്ട് മാത്രം ആഡ്സ് റൺ ചെയ്യുക. അല്ലാത്തൊരു നിങ്ങൾ എപ്പോൾ നിങ്ങളിപ്പം ആദ്യമായിട്ടാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്താണ് ഓർഗാനിക് മാത്രം സെലക്ട് ചെയ്യുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെയിൽസ് പയ്യെ വന്നാലും നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നതായിരിക്കും. അങ്ങനെ അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ആഡ്സിനെ പറ്റി പഠിച്ചതിന് ശേഷം ആ ഒരു പ്രോഫിറ്റ് മൾട്ടിപ്പിൾ ആക്കാണ്ട് ശ്രമിക്കുക. ഓക്കെ, എപ്പോഴും നിങ്ങൾ അങ്ങനെ മാത്രമേ എന്താണ് ശ്രമിക്കാവൂ. പൈസയുടെ ഒരിക്കലും ആർത്തി കാണിക്കരുത്. ഓക്കെ, എന്നാൽ നിങ്ങൾ പൈസ പോകുക മാത്രമേ ഉള്ളൂ. ആദ്യം നിങ്ങൾ എന്താണ് ഡിസിപ്ലിനോട് കൂടി എല്ലാം സ്റ്റാർട്ട് ചെയ്യുക. അതായത് നിങ്ങൾ നല്ല പ്രോബ്ലം സോൾവിങ് പ്രോഡക്റ്റ് ഫൈൻഡ് ചെയ്തതിന് ശേഷം നമ്മളെന്താണ് നമ്മുടെ പിൻട്രസ്റ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങളെന്താണ് അതിൻ്റെ വീഡിയോ ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ചേഞ്ച് വരുത്തുക. അതായത് നമ്മുടെ ക്യാപ് കട്ടൊക്കെ യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ നിങ്ങളെന്താണ് ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസിൽ അപ്ലോഡ് ആക്കുക. ഓക്കെ, നല്ലൊരു പേജൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസിൽ അപ്ലോഡ് ആക്കുക. അപ്പോൾ എന്താണ് നമുക്ക് ഓട്ടോമാറ്റിക്കലി കസ്റ്റമർ വരുന്നതായിരിക്കും. അതിനുശേഷം എന്താണ് അതിൻ്റെ വേണം ഓർഗാനിക്. ഓക്കെ, നമ്മുടെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും ചിലവ് വരുന്നില്ല. ഓക്കെ, അതിൻ്റെ വേണം ഓർഗാനിക്. നമ്മുടെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും ചിലവും വരുന്നില്ല. അങ്ങനെ നിങ്ങൾക്ക് എന്താണ് ആ ഒരു കസ്റ്റമറിന് ഓർഡർ പിടിച്ചു കൊടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അങ്ങനെ മീഷോയുടെ ആ ഒരു സപ്ലയർ തന്നെ ആ ഒരു കസ്റ്റമർ റീച്ച് ചെയ്തിട്ട് എന്താണ് ആ ഒരു പേയ്മെൻറ്റ് വാങ്ങിക്കും. അങ്ങനെ നിങ്ങളുടെ മാർജിൻ നിങ്ങളുടെ മീഷോയുടെ വാലിലേക്ക് ആഡ് ആവുന്നതായിരിക്കും. അത് ഓട്ടോമാറ്റിക്കലി ബാങ്ക് അക്കൗണ്ടിലേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, സോ ഇത്ര മാത്രമേ ഉള്ളൂ. സോ ഡയറക്റ്റായിട്ട് നമുക്ക് മീഷോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഓർഡർ പിടിച്ചിട്ട് നമുക്ക് കൺഫേം ആയി കൊടുക്കും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, അപ്പം ഞാൻ എന്താണ് ഇതിനകത്ത് എങ്ങനെയാണ് ട്രെൻഡിങ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഒന്നാമത്തെ കാര്യം ചെയ്യേണ്ടത് #Amazon ഫൈൻഡ് എന്ന് അടിക്കുക. ഓക്കെ, ഫൈൻഡ്സ് എന്ന് അടിച്ചതിന് ശേഷം സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാടകം വീഡിയോസ് കാണാൻ പറ്റും. സോ അതൊക്കെ ട്രെൻഡിങ് പ്രോഡക്റ്റാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫോട്ടോ ജസ്റ്റ് ഒന്ന് എടുക്കുക. എന്നിട്ട് നമ്മുടെ മീഷോയിൽ ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ വേണമെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതിനകത്തൊക്കെ ഈ വീഡിയോ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങളുള്ള ചേഞ്ചിങ്ങൾ വരുത്തും. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വോയിസോ കൊടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ കോപ്പറേറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് വേറെ മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് 2026 അടിച്ചാൽ ഇപ്പോൾ കാണിച്ചു തരും. ഓക്കെ, 2026 അടിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ബട്ടൺ കൊടുക്കുക. അതായത് ഇപ്പോൾ ട്രെൻഡിങ് ആണ് പ്രോഡക്റ്റ് ഒന്ന് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, ഈയിടയ്ക്ക് അപ്ലോഡ് ആക്കിയവരെ കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. പിന്നെ നമുക്ക് വേണമെങ്കിൽ മീഷോ ഫംഗ്ഷൻ അടിക്കാൻ സെർച്ച് കൊടുക്കുക. അപ്പോഴത്തേക്ക് വേറെ കുറേ പ്രോഡക്റ്റ് വരുന്നതായിരിക്കും. സോ ഇതൊക്കെ നിങ്ങൾക്ക് എന്താണ് ഇതൊക്കെ ട്രെൻഡിങ് പ്രോഡക്റ്റ് ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് പറ്റും. നേരെ ചെന്ന് എന്താണ് മീഷോ എടുക്കുക. അതിനുശേഷം എന്താണ് സെറ്റായി കൊടുക്കുക. അപ്പോൾ നമ്മൾ മീഷോ എടുത്തിട്ടുണ്ട്. ഓക്കെ, സോ മീഷോയിൽ ഫസ്റ്റ് കയറുന്നവരാണെങ്കിൽ സിമ്പിളായിട്ട് മൊബൈൽ നമ്പറൊക്കെ കൊടുത്ത് ലോഗിൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈൽ ഇവിടെയാണ്. ഓക്കെ, നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡായിട്ട് ടോപ്പ് കാണാനായിട്ട് പറ്റും. അതായത് സെർച്ച് ബാറിൻ്റെ ഒക്കെ ടോപ്പ് ലെഫ്റ്റ് സൈഡ് ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ നെയിമൊക്കെ ഓൾറെഡി എൻ്റർ ചെയ്തവരാണെങ്കിൽ നെയിം കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. അങ്ങനെ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, പിന്നെന്താണ് ഇവിടെ ബാങ്ക് ആൻഡ് UPI ഉണ്ട്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ബാങ്ക് കോഡൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ നിങ്ങളുടെ മാർജിൻ റിസീവ് ആവുന്നത് നിങ്ങൾ ആദ്യം ബാങ്ക് അക്കൗണ്ടുകളൊക്കെ ആഡ് ചെയ്യുക. ഓക്കെ, UPI ആണെങ്കിലും കുഴപ്പമില്ല, ബാങ്ക് ആണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ അങ്ങോട്ടായിരിക്കും നിങ്ങളുടെ റിസീവ് ആവുന്നത്. ഓക്കെ, പിന്നെ പേയ്മെൻറ്റ് റീഫണ്ടൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ എന്താണ് നിങ്ങളെ കിട്ടിയത് നിങ്ങൾ മീഷോയിൽ ഇതുവരെ ഏൺ ചെയ്ത പേയ്മെൻറ്റ് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, പിന്നെ കുറേ ഫ്രണ്ട്സ് ഡൗട്ടാണ് റീഫണ്ട് വന്ന് എങ്ങനെ ചെയ്യുമെന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ അതിപ്പോൾ പറഞ്ഞുതരാം റീഫണ്ട് വന്ന് എങ്ങനെ ചെയ്യുമെന്ന്. ഫ്രണ്ട്സ്, ഇനി നമുക്ക് റീഫണ്ട് കാര്യം ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ, സോ നിങ്ങൾക്കത് മനസ്സിലായില്ല എനിക്ക് തോന്നുന്നത്. റീഫണ്ട് കാര്യം ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പം നമുക്ക് എന്താണ് ഓർഡർ വരുന്നത് ചിലപ്പോൾ 2 ടൈപ്പിലായിരിക്കും ഓർഡർ വരാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, എല്ലാവരും ക്യാഷ് ഓൺ ഡെലിവറി പറയാൻ ചാൻസ് ഇല്ല. ഇപ്പം ചിലവർ ഓൺലൈൻ വഴി പറയുന്നുണ്ട്. ഓക്കെ, ഓൺലൈൻ വഴി പറയും. അല്ലാത്തവർ ചിലപ്പോൾ കോഡായിരിക്കും, അതായത് ക്യാഷ് ഓൺ ഡെലിവറി ആയിരിക്കും. സോ നിങ്ങൾ ഓർഡർ കൺഫേം ആവുന്നതിന് മുമ്പ് ചോദിക്കുക കോഡാണോ അല്ല ഓൺലൈൻ പേയ്മെൻ്റ് ആണോ ചോദിക്കുക. അപ്പോൾ അതിന് കുറച്ച് പേരെങ്കിലും ഓൺലൈൻ ആയിരിക്കും പറയുന്നത്. ഓക്കെ, സോ ഓൺലൈൻ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ട എത്ര മാത്രമേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റിൻ്റെ വില 500 രൂപയാണെങ്കിൽ, ഓക്കെ, 500 രൂപയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മാർജിൻ ചേർത്ത് 700 രൂപയായിരിക്കും അവരെ പറഞ്ഞു കാണുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 200 രൂപയാണ് നിങ്ങളുടെ മാർജിൻ. അപ്പോൾ അവിടെ പറയാം എന്താണ് സിമ്പിളായിട്ട് പറയുന്നത് എന്താണ് നമ്മൾ ഈ 700 പ്രോഡക്റ്റിൻ്റെ റേറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവരെന്താണ് ഓൺലൈൻ വഴി 700 രൂപ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. അതായത് നിങ്ങളുടെ സ്കാനർ വഴി എന്തെങ്കിലും നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും. സോ നിങ്ങൾ 700 രൂപ മീഷോയിൽ അടയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഡയറക്റ്റായിട്ട് എന്താണ് അവരെ അഡ്രസ്സുകളൊക്കെ സെറ്റാക്കിയതിന് ശേഷം അവർക്ക് എന്താണ് കറക്റ്റായിട്ട് 500 രൂപയുടെ പ്രോഡക്റ്റ് അവർക്ക് ഓർഡർ ചെയ്ത് കൊടുക്കുക. ബാക്കി 200 രൂപ നിങ്ങളുടെ കമ്മീഷനാണ്. ഓക്കെ, അപ്പോൾ ആ 200 നിങ്ങളുടെ മാർജിനാണ്.
അപ്പോൾ നിങ്ങൾ 200 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടയക്കുക. ഓക്കെ, പിന്നെ നമുക്ക് ഇനി റീഫണ്ട് വന്നാൽ എന്ത് ചെയ്യും? ഓക്കെ, റീഫണ്ട് വന്നാൽ സിമ്പിളാണ്, വേറെ മെത്തേഡും കാര്യങ്ങളൊന്നുമില്ല, ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾക്ക് എന്താണ് ഓൺലൈൻ വഴി അതായത് ഓൺലൈനായിട്ട് പ്രീപെയ്ഡ്, അതായത് നിങ്ങൾക്ക് ഗൂഗിൾ പേ വഴിയാണ് അവരെ അയച്ചുന്നത്, അങ്ങനെ വന്നതാണെങ്കിൽ സിമ്പിളാണ്. ഓക്കെ, അല്ലെങ്കിൽ സാധാ റീഫണ്ടാണ്. ഇപ്പം അല്ല റീഫണ്ട് വന്ന് അവർ പറയും എനിക്ക് റീഫണ്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് മീഷോ എടുക്കുക, ആ ഒരു ഓർഡർ റീഫണ്ട് ചെയ്യുക. നിങ്ങൾ അയച്ച പേയ്മെൻറ്റ് എന്താണ്, നിങ്ങളെടുത്ത മാർജിൻ അവർക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ, അതായത് നിങ്ങളെടുത്ത മാർജിൻ നിങ്ങളുടെ ആ ഒരു കസ്റ്റമർ അയച്ചു കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ആ മീഷോ റീഫണ്ട് വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി അക്കൗണ്ടിലേക്ക് വരുന്നതായിരിക്കും. സോ ഓൺലൈൻ വഴിയാണെങ്കിൽ എന്താണ് നിങ്ങളിപ്പോൾ വാങ്ങിച്ച 200 രൂപ, ഓക്കെ, നിങ്ങളിപ്പോൾ വാങ്ങിച്ച 200 രൂപ നേരെ ആ ഒരു കസ്റ്റമറിന് അയച്ചു കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ റീഫണ്ടുകളൊക്കെ സെറ്റാക്കി കൊടുക്കുക. ബാക്കി 500 രൂപ ഓട്ടോമാറ്റിക്കലി അക്കൗണ്ട് വരുന്നതായിരിക്കും. അത് 2 സെൻറ്റ് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, റീഫണ്ട് സിമ്പിളാണ്. നിങ്ങൾക്ക് ആ ഒരു റീഫണ്ട് സെക്ഷൻ ഓപ്പൺ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഗൈസ് ഇത്ര മാത്രമേ വരുന്നുള്ള മീഷോയുടെ മെത്തേഡും കാര്യങ്ങളൊക്കെ. സോ നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ ഉണ്ട്, ചോദിക്കാണ്ട് മറക്കണ്ട. ഓക്കെ, സോ ഡൗട്ട് ഉണ്ടെങ്കിൽ സ്വാഗതമാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനലുകളെ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ വീഡിയോസ് മാത്രമേ അപ്ലോഡും കളൊക്കെ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലുകളെ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു വീഡിയോ കണ്ട എല്ലാ ഫ്രണ്ട്സും നന്ദി. സോ വീഡിയോ ഒന്ന് പാർട്ട് കാണാം, അല്ലെങ്കിൽ ഫുള്ളായിട്ട് കാണാം. ഓക്കെ, നിങ്ങൾ പകുതി സ്കിപ്പ് അടിച്ച് പോയാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, 100% ഉറപ്പാണ്. കാരണം ഇതൊരു ബിസിനസ് മോഡലാണ്. ഓക്കെ, അതായത് മീഷോയുടെ നമ്മളെ റീസെല്ലിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു പിഴവ് പറ്റിയത് നിങ്ങൾക്ക് എന്താണ് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് നോക്കി കണ്ട് മാത്രം എല്ലാം സെറ്റാക്കുക, നല്ല പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക, എന്നിട്ട് പ്രൊമോട്ട് ചെയ്യുക. വീഡിയോ വൈറലാവുന്നതനുസരിച്ച് നിങ്ങൾക്ക് സെയിൽസ് കിട്ടുന്നതായിരിക്കും. സോ ഒരിക്കലും നിങ്ങൾ ആഡ്സ് റൺ ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ എന്താണ് ബിഗിനർ ആണെങ്കിൽ ഒരിക്കലും ആഡ്സ് റൺ ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, അപ്പോൾ അതെന്തുകൊണ്ടാണ്, എന്തൊക്കെ മിസ്റ്റേക്ക് വരുന്നുള്ള വീഡിയോകൾ ചെയ്യാം. സോ വീഡിയോ സപ്പോർട്ടുകളൊക്കെ കിട്ടിയാൽ നമ്മൾ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് ഇറക്കുന്നതായിരിക്കും. ഓക്കെ, അതുകൊണ്ട് സപ്പോർട്ടുകളൊക്കെ ചെയ്യാം. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ആക്കുക, ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, ഡൗട്ട് സെക്ഷൻ ചോദിക്കുക, അതൊക്കെ ചോദിക്കാൻ പറ്റുന്നവർക്ക്. ഓക്കെ, എല്ലാം ഫ്രീ ആണ്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് എന്താണ് സെറ്റ് ആവുന്നതായിരിക്കും. നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങൾ ഡെയിലി ഒന്ന് ചെയ്യാൻ നിർത്താൻ കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഒരുപാടകം പാട്ടുകളൊക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്, അതെല്ലാം നിങ്ങൾ ചെയ്യുക. കാരണം വെക്കേഷനൊക്കെ വരാൻ പോവുകയാണ്, അത്യാവശ്യം പാർട്ട് ടൈമൊക്കെ ഇൻകൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഇതിൽ മികച്ച മാറ്റിയിട്ട് വീണ്ടും കാണാം. സീ യു ഗൈസ്. ഇത്ര മാത്രമുള്ള വീഡിയോകളൊക്കെ ഉള്ളൂ. ഓക്കെ, സോ അതായത് നമ്മുടെ മീഷോ യൂസ് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഫുൾ ഡീറ്റെയിൽ വീഡിയോ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കേണ്ട മറക്കണ്ട. സ്വാഭാവികമായിട്ട് ഡൗട്ടുകളൊക്കെ കാണും. ഓക്കെ, ചിലപ്പോൾ റീഫണ്ടിന്റെ ഭാഗത്തുള്ള ഡൗട്ട് കാണുന്നവരുണ്ടായിരിക്കും. അവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി, അല്ലെങ്കിൽ കമന്റ്സിൽ ചോദിച്ചാൽ മതി, ക്ലിയർ ആയി തരുന്നതായിരിക്കും. ഓക്കെ, സോ ചാനൽ സബ് ചെയ്യുക, വീഡിയോയിൽ ലൈക്ക് കൊടുക്കുക. ഇനി ഏതൊരു വീഡിയോ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ആക്കേണ്ട മറക്കണ്ട. അപ്പൊ നമുക്കും എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഇതിലും വെച്ചാൽ മറ്റു വീഡിയോ വീണ്ടും കാണാം. സീ യു ഗൈസ്.